സുരഭി, പ്രക്ഷോഭേട്ടനെ കണ്ടോ? പ്രക്ഷോഭമാണ് എന്തിനാ എന്റെ അടുത്തായിരിക്കുന്നത്? നിന്നോട് ഞാൻ കണ്ടോന്നല്ലേ ചോദിച്ചുള്ളൂ. ഞാൻ കണ്ടില്ല. പ്രതീക്ഷയുടെ പുറത്തു വല്ലതും പോയി കാണും. അങ്ങനെ പോകാൻ സാധ്യതയില്ലല്ലോ. കിടക്കപ്പായെന്ന് എഴുന്നേറ്റ ഉടനെ ചായ ചായ പറയുന്ന ആളാ. ചുമ്മാ ഇരിക്കില്ലേ, പോയി അന്വേഷിക്കും. ഞാൻ ചുമ്മാ ഇരിക്കണോ ചുമ്മാതിരിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. അതെ, അമ്മയ്ക്ക് ചായ കൊടുത്തായിരുന്നാ? ചായ കൂടി ഇല്ലല്ലോ അതിനമ്മ. അവിടെ പേപ്പർ വായിച്ചിരിപ്പുണ്ട്. ഇങ്ങേരുത് അവിടെ പോയി. സ്ട്രൈറ്റ് ആയിട്ട് കാല് സ്ട്രൈറ്റ്. ടീച്ചറേ, കാല് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കട്ടെ. ഇത്ര മതിയാ? യെസ് യെസ്. എത്ര മതിയാ? ഓക്കെ, കൈ ഇങ്ങനെ മേളിലേക്ക് ഇനിയും പോണോ? സപ്പോർട്ട് ചെയ്തെങ്കിലും കൈ പൊക്കിക്കണം. ഓക്കെ, ചെവിയോട് ചേർത്ത് പിടിക്കണം. ചെവിയോടാ? യെസ്, കറക്റ്റ്. ഓക്കെയാണോ? അത് കാല് മടങ്ങല്ലേ, കാല് സ്ട്രൈറ്റ് ആയിട്ട്, മുട്ട് സ്ട്രൈറ്റ് ആയിട്ട്. ഓക്കെ, രണ്ട് കാലിന്റെ മുട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, ടീച്ചറെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രയും ബാക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് പോയാൽ ഞാൻ പോകും. നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ടീച്ചർ ഇത് ഓക്കെയാണോ? നേരെ നിൽക്കാൻ നിന്നു, സപ്പോർട്ട് ചെയ്ത് കാല് ബാലൻസ് ചെയ്ത്. ഓക്കെ, ഈ കാലിങ്ങനെ വളഞ്ഞു വിടുക കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. എന്താ ഇത്? യോഗ. അതെനിക്ക് മനസ്സിലായി. ഈ യോഗ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. ആദ്യം അമ്മയും പിള്ളേരും ചെയ്ത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ ഭാര്യമാരെ കൂട്ടി ചെയ്യിക്കാൻ നിർത്തും. പ്രക്ഷോഭേട്ട, താഴോട്ട് കേട്ടോ. അയ്യോ, എന്റെ ലക്ഷ്മി രാവിലെ യോഗ ചെയ്യണതേ എന്തൊരു ഫ്രഷ്നെസ് ആണെന്ന്. കാണും കാണും കാണും. സൈലൻസ്. യോഗ ചെയ്യുമ്പോ സംസാരിച്ചൂടാ. ഓഹോ, അമ്മ കണ്ണടച്ച് അവിടെ ധ്യാനിക്കാൻ ഇരുത്തിയിട്ട് എല്ലാരും കൂടെ കിടന്ന് പൊളക്കാണല്ലേ? എവിടുന്ന് കിട്ടി ഈ യോഗക്കാരിയെ? അത് മുത്തോണ്ണ. മുത്തോണ്ണൻ എവിടെ? ശരി, മുത്തോണ്ണ എവിടെ? ഞാനിവിടെ ഉണ്ട്. അടിപൊളി. ഇതിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു. ചേച്ചി വാ, നിങ്ങൾ താഴോട്ട് വരുമല്ല. തരാം, വാ. നമുക്ക് ചെയ്യാം. പതുക്കെ ബാലൻസ് ചെയ്ത് സ്ലോലി. ടീച്ചറെ കുഴപ്പമില്ലല്ലോ. ഇവിടെ സെറ്റ് ചെയ്യട്ടോ എന്റെ പൊന്നു. ഓക്കെ, ബാലൻസ് ചെയ്ത് പിടിച്ചോ. സ്ലോലി ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തോ. ടീച്ചർ, ഇനി എന്താ? യോഗ പഠിപ്പിരി ഈ നിലയിൽ പോയാൽ ശരിയാവൂല. താഴത്തെ നിലയിലായാലും ശരിയാവില്ല. മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അത്ര യോഗ അഭ്യസിക്കുന്നത്. നമ്മുടെ മനസ്സമാധാനം കളയാനുള്ള പരിപാടിയാണ്. സുരഭി, ഈ കാര്യത്തിലെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇല്ലേ നമ്മുടെ കെട്ടിയന്മാര് കൈവിട്ടു പോകും. ആ യോഗ ടീച്ചറിന്റെ അഭ്യാസം ഇന്നത്തോടു കൂടി നിർത്തണം. എന്താ ഒരു വഴി? എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ.